അജയ് ജുവൽ കുര്യാക്കോസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അജയ്, ഇപ്പോൾ ഇതാ ഗൺമാന്മാർക്കെതിരെ കൂടുതൽ കുരുക്കുമുറുകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പ്രതികളെ സന്ദർശിച്ചിരുന്ന അന്ന് സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറൊക്കെ ആയിരുന്നു ആദ്യം ഈ കേസ് ഡയറി തിരുത്തി എഴുതിയതൊക്കെ. പക്ഷേ ഇപ്പോൾ അന്വേഷണമൊക്കെ മാറി വരുമ്പോൾ അത്രത്തോളം പ്രതീക്ഷ തന്നെയല്ലേ ഈ കേസിലുള്ളത്? തീർച്ചയായും ഞാൻ ആദ്യം മുതൽക്കേ പറഞ്ഞിരുന്നത്, ഞാനും AD തോമസും പറഞ്ഞിരുന്നത്, കേരളത്തിലെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയോട് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആദ്യം മുതൽക്കേ തന്നെ ഞങ്ങളൊരു നിയമ പോരാട്ടവുമായിട്ടാണ് ഈ കേസിൽ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴും ഒക്കെ കോടതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം പരിശോധിച്ച് നിയമവിദഗ്ധരുമായി സംസാരിച്ച് അത്തരത്തിൽ ഈ നമ്മളെ ഈ കേസ് റഫർ ചെയ്ത് കളയാൻ ശ്രമിച്ചപ്പോൾ പോലും തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി തുടരന്വേഷണത്തിൽ ഉത്തരവിടിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ഞങ്ങളന്ന് വിചാരിച്ചിരുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരോടുള്ള ഭയത്താലാണ് ഈ പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് ഞങ്ങളത് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ADGP അജിത് കുമാറും P ശശി ഉൾപ്പെടുന്ന ആൾക്കാർ ADGP അജിത് കുമാറിന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി ഉദ്യോഗസ്ഥരെ 4 ദിവസം ടോർച്ചർ ചെയ്ത് റിപ്പോർട്ട് തിരുത്തി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്ത് നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നടപ്പിലാവുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ പങ്കിനെ പറ്റി വളരെ ശക്തമായി അന്വേഷിക്കണം. അത് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇയാളുടെ ഇടപെടൽ മൂലം പലർക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇത്തരത്തിൽ ഒരു ഉന്നതമായ അതിക്രൂരമായ ഒരു മർദ്ദനം തന്നെയല്ലേ നേരിടേണ്ടി വന്നത് അല്ലേ? അന്ന് അജയുടെ തന്നെ കൈക്കൊക്കെ ഗുരുതരമായി പരിക്കേറ്റതായിട്ട് തന്നെയാണ് ഞാൻ ഓർക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു സംഭവം തന്നെ നടന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം നിങ്ങൾ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉദ്യോഗസ്ഥർ അന്ന് സ്വീകരിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും അന്ന് എന്റെ ഇടത്തെ കൈക്ക് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു, തോമസിന്റെ തലയിൽ സ്റ്റിച്ചിടേണ്ടി വന്നു, എന്റെ വലത്തെ കൈയുടെ ഷോൾഡർ ലിഗമെന്റ് സ്പ്രെയിനായിട്ട് ഞാനൊരു 30 ദിവസം ട്രീറ്റ്മെന്റ് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. കാര്യം ലിഗമെന്റ് സ്പ്രെയിൻ ആയ പിന്നെ അത് ആവാൻ വലിയ പാടാണ്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിക്കുകയാണ്. എന്നാൽ വ്യത്യസ്തമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഈ കേസിലെ സാക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ കേസിൽ ഞങ്ങളെ ലോക്കൽ പോലീസ് തടഞ്ഞു നിർത്തിയ 2 പോലീസ് ഉദ്യോഗസ്ഥർ, അതിലൊരാളുടെ കാലിൽ ടയർ കയറി, മറ്റൊരാളുടെ വിരലൊടിഞ്ഞു. അതായത് ആ അടിയുടെ ഒരു ഭീകരത തടയാൻ ശ്രമിക്കുന്ന പോലീസുകാരന്റെ കയ്യിൽ കൊള്ളുമ്പോൾ അയാളുടെ വിരലൊടിയുകയാണ്. അത്രയും മാരകമായ രീതിയിലല്ല, തലയ്ക്ക് മേളിൽ കൈ ഉയർത്തി 2 കൈയും കൊണ്ട് വീശിയാണ് അടിക്കുന്നത്. നാട്ടിൽ തെരുവ് നായ്ക്കളെ ആക്രമിക്കുന്ന പോലെയാണ് സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരെ മർദ്ദിക്കുന്നത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ നവകേരള സദസ്സിന്റെ യാത്രയിലുടനീളം ഇത്തരത്തിലായിരുന്നു ചെറുപ്പക്കാരോടും പ്രതിഷേധിച്ചവരോടും ഈ ദൂരത്തിനെതിരെ നടത്തിയ ഈ എതിരെ പ്രതിഷേധിച്ചവരോട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി. വന്ന് 2023 ഡിസംബറിലല്ലേ ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു ഭീഷണി സ്വരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ടോ നിങ്ങൾക്ക് പിന്നാലെ? തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല എന്ന് ഇവർക്ക് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ട് തുടക്കത്തിൽ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ലല്ലോ. പിന്നീട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിസ്സംഗതയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ തെളിവുകൾ കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് ഞങ്ങളോട് പുച്ഛമായിരുന്നു. ഇതൊന്നും കൊണ്ടുവന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന തട്ടിൽ, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടു ചെല്ലുമ്പോൾ ഇതൊന്നും മേടിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന ഒരു മനോഭാവത്തോടുകൂടിയായിരുന്നു അന്ന് പോലീസ് ഈ കേസിനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സാക്ഷിയായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കുറെ ആൾക്കാർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയല്ല, പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയ വിഷയമാവും. ആൾക്കാർ ഇതൊക്കെ മർദ്ദനം ഉണ്ടാവും, അടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും, അത് സൂക്ഷിക്കണം, നമ്മളൊക്കെ ചെയ്യണോ എന്ന തരത്തിൽ ഈ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനായിട്ട് ഇവർ നേരിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇടതുപക്ഷ അനുഭാവികളും മറ്റും ഇവരുമായി CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും ഇവരെങ്ങ് ഭീഷണിപ്പെടുത്തുകയല്ല, പേടിപ്പിക്കുകയാണ്. പറഞ്ഞു അങ്ങനെ ആയിരിക്കും. അനിൽ എന്ന് പറയുന്ന ആൾക്ക് 25 വർഷമായിട്ട് പിണറായിയുടെ ഗൺമാൻ അല്ലെങ്കിൽ ആ ഒരു കൂടെ തന്നെയുള്ള ഒരു സഹചാരിയാണ്. അപ്പോൾ ഒരു ഗുണ്ടായിസം അത്തരത്തിലൊരു രീതിയിലേക്ക് തന്നെയാണ് അന്ന് കാര്യങ്ങൾ പോയതെന്നും വ്യക്തമാണ്. എന്നിട്ടും ഇവർ മടിച്ചു നിന്നൊക്കെ ശരിക്കും അന്നേ ചോദ്യം ചെയ്യപ്പെടേണ്ടതെന്നാണ്. പക്ഷേ ഇത്രയധികം വൈകിയാണെങ്കിലും ശുഭമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്തൊരു കാര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസിൽ ഇപ്പൊ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ
തന്നെയായിരുന്നു. അതായത് ഇന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടും, ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ഇന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള വകുപ്പുകൾ ഒഴിച്ചു നിർത്തിയാൽ മിനിഞ്ഞാന്ന് കോടതിയിൽ നിന്ന് തള്ളിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ കേസ് ആന്റിസിപ്പേറ്ററി ബെയിൽ അവരുടെ തള്ളിയത് ബെയിലബിൾ ഒഫൻസ് ആണ്. അതായത് എന്താണോ ഞങ്ങൾ 2023 ഫയൽ ഞങ്ങൾ CMB മൂവ് ചെയ്തപ്പോൾ FIR ഇട്ടിരുന്നത്, ആ ഒഫൻസ് തന്നെയാണ് കിടക്കുന്നത്. ആ ഒഫൻസിന്റെ പേരിൽ ഈ പറയുന്ന അനിൽകുമാറും സന്ദീപും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ആന്റിസിപ്പേറ്ററി ബെയിലോ അല്ലെങ്കിൽ ഇന്ന് ഫയൽ ചെയ്ത പോലെ ഒരു റെഗുലർ ബെയിലിന് വേണ്ടിയിട്ട് അവർ അഡ്വാൻസ് ചെയ്ത് ജാമ്യം എടുക്കുവാനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊന്ന് ഹാജരാവാനോ അല്ലെങ്കിൽ ഈ കേസുമായി ഒന്ന് സഹകരിക്കാനോ തയ്യാറായത് എപ്പോഴാണ്? ഈ ഗവൺമെന്റ് മാറിയപ്പോൾ മാത്രമാ. ഈ ഗവൺമെന്റ് മാറിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും സമാനമായ നിലപാട് ആയിരിക്കില്ലേ ഇവർ തുടരുക? അവർക്ക് കോടതിയിൽ എത്തിയപ്പോൾ പോലും ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിലാണ് അവർ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും അത് തന്നെയാണല്ലോ നമ്മൾ ജാമ്യാപേക്ഷ കോടതിയിലെത്തിയ ആ സമയത്ത് പുതിയ വകുപ്പുകളൊന്നും ആ ഒരു റിപ്പോർട്ടിൽ ചുമത്തിയിരുന്നില്ല. പിന്നീട് കോടതി തന്നെയാണ് അതിലൊരു അന്വേഷണം ആവശ്യപ്പെട്ടതും. തീർച്ചയായിട്ടും അത് ഞങ്ങള് 2023 ഡിസംബർ മാസം 27-ാം തീയതി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പെറ്റീഷനിൽ തന്നെ, അതായത് ഈ സംഭവം നടന്ന് FIR ഇടുന്ന 23/12 ഞങ്ങൾ വേറൊരു പെറ്റീഷൻ കൂടെ ഫയൽ ചെയ്യുന്നത്, കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് 27-ാം തീയതി. അതായത് 23 കഴിഞ്ഞ് 5 ദിവസം, FIR ഇട്ട് കഴിഞ്ഞ് 5 ദിവസത്തിന് ശേഷം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു കോടതിയിൽ 308 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വേണം ഈ കേസ് അന്വേഷിക്കാൻ. അപ്പൊ അന്ന് ബഹുമാനപ്പെട്ട കോടതി അന്ന് പറഞ്ഞിരുന്നത് ഒരു FIR ഇട്ടിട്ടുണ്ടല്ലോ, തുടർ അന്വേഷണത്തിൽ വകുപ്പുകൾ അമെൻഡ് ചെയ്യാനുള്ള അധികാരം പോലീസിനുണ്ട്, അത് അത്തരത്തിൽ ചെയ്തുകൊള്ളും എന്നുള്ള തരത്തിലാണ് ആ കേസ് ഡിസ്മിസ് ചെയ്യുന്നത്. അപ്പൊ ഈ ആക്ഷേപം ഞങ്ങൾ ഈ അധികാരം മാറിയപ്പോഴല്ല ഞങ്ങൾ ഈ ആക്ഷേപം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. ഞങ്ങൾക്ക് അന്ന് മുതലൊക്കെ ഈ ആക്ഷേപം ഉള്ളതാണ്. ശരിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭരണം മാറിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു കേസുമായി അല്ലെങ്കിൽ ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയേനല്ലേ? വീണ്ടും ഇവർ ഇതേ പ്രവൃത്തി വീണ്ടും ആവർത്തിക്കും. നാളെയും ഇതുപോലത്തെ ഒരുപാട് അജയ് ജുവൽ ആളുകൾ പോലുള്ള ആളുകൾ ഒരുപാട് ഉണ്ടാകാനും സാധ്യതയേറെയാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലായ സർക്കാർ ഈ 2023 ശേഷം 26 വരെ വലിയ നിയമ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു എങ്ങനെയായിരിക്കും അടുത്ത റിപ്പോർട്ട്. ആ റെഫർ ചെയ്ത് കഴിഞ്ഞ് ഈ കേസിൽ അതേ ക്രൈംബ്രാഞ്ച് അതേ ഏജൻസിയാണല്ലോ അന്വേഷിക്കുന്നത്, എങ്ങനെയായിരിക്കും ഈ കേസിൽ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഫൈനൽ ചാർജോ അല്ലെങ്കിൽ വീണ്ടും റെഫർ ചെയ്യാൻ ഒരു മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എങ്ങനെയായിരിക്കും ഇവർ റിപ്പോർട്ട് കൊടുക്കുക എന്ന കാര്യത്തിൽ ഞാൻ വളരെയേറെ സസൂക്ഷ്മം ഞാനും തോമസും വീക്ഷിക്കുകയായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ് ഇത് റിപ്പോർട്ട് മാറ്റിയാണ് കൊടുക്കുന്നതിൽ ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നടപടിക്ക് ആവശ്യപ്പെടുമെന്നുള്ളത്. അതിന്റെ പുറകിൽ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഈ ദിവസങ്ങളിലാണ്. തീർച്ചയായും അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളുമായി ഒരു വ്യക്തത ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ നടപടികളുമായി മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇവർ പറയുന്നത്, പക്ഷെ ഇതിനും ന്യായീകരണങ്ങളുണ്ട്. ഭരണം മാറുമ്പോൾ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും രാഷ്ട്രീയ പകപോക്കിന് ഇരയാക്കുന്നു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ ഇതിനെ വിമർശിച്ചത്. അത്തരത്തിൽ നമുക്കിതിനെ കാണാൻ പറ്റില്ലല്ലോ ഒരിക്കലും. കാരണം ഇതിന്റെ എല്ലാ തെളിവുകളും കാര്യങ്ങളും കേസും കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടന്നാൽ ഇത് പണ്ടേ വരേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളിത് ആദ്യം ഞങ്ങൾ പറഞ്ഞ മൊഴികളിൽ, ഞാനും തോമസും പറഞ്ഞ മൊഴികളിൽ ഒരു മാറ്റവും ആദ്യം മുതൽക്കേ ഇല്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങളെ പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ മർദ്ദിച്ചു, അത് അവരുടെ ഡ്യൂട്ടി അല്ല. ഞങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്, അത് അവരുടെ ഡ്യൂട്ടി അല്ല. ഞങ്ങൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ ഈ ഗൺമാന്റെ ജോലി എന്താണ്? ഗൺമാൻ സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി, ഗൺമാൻ എന്ന ഡ്യൂട്ടിയുടെ വയലേഷൻ നടത്തിയത്. അദ്ദേഹം ആറൊപ്പം ഉണ്ടാകണമായിരുന്നു, CMന്റെ ഒപ്പം ഉണ്ടാവേണ്ടതാണ്. അതല്ലെങ്കിൽ CMന്റെ ഞങ്ങളെ മർദ്ദിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവിടെ ഒരു വലിയ ഒരു വണ്ടി ഒരു 100-300 മീറ്റർ അപ്പുറത്തേക്ക് വണ്ടി യാത്ര ചെയ്ത് പോയി. അങ്ങനത്തെ ഒരു സുരക്ഷാ വീഴ്ച ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടുള്ളതാണോ? ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് തന്നെയാണ്. അതിൽ അജിത് കുമാറിനോടൊക്കെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടല്ലേ? പിന്നെ വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും കൃത്യമായ ഒരു അന്വേഷണം എത്തുമെന്നും പ്രതീക്ഷിക്കാം. വ്യാജരേഖ നിർമ്മാണവും അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കലും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വകുപ്പുകൾ മാറ്റാനും കേസ് റെഫർ ചെയ്യാനും എഴുതി തള്ളാനും ശ്രമിച്ചത് ഗുരുതരമായ കുറ്റമല്ലേ? ഈ അനിൽകുമാർ ചെയ്തതിനേക്കാൾ ഗുരുതരമായ കുറ്റമാണ് ഈ അത് ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ രക്ഷിക്കാനോ ശ്രമിക്കുന്നത്. തീർച്ചയായും അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായും എന്തായാലും ഉടൻ തന്നെ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇത്രത്തോളം എത്തിയല്ലേ അല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മൾ വളരെ പ്രതീക്ഷയിലാണ്. വളരെയധികം നന്ദി അജയ്, ഈ അവസരത്തിൽ പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.